ഇന്ന് ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനമാണ് ചർച്ചയായിരിക്കുന്നത്. മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തെന്ന ആരോപണവുമായാണ് ദേശാഭിമാനിയിൽ ലേഖനം വന്നിരിക്കുന്നത്. സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്ന തിരിച്ചടി മറികടക്കാൻ വേണ്ടിയാണ് ലീഗ് മതരാഷ്ട്രവാദികളുമായി ചങ്ങാത്തം കൂടിയതെന്നും ലേഖനത്തിൽ ആരോപണമുണ്ട്. CPM മതവിരുദ്ധ പ്രസ്ഥാനമാണെന്ന ലീഗ് അധ്യക്ഷന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ മൂശയിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. ദേശാഭിമാനി പത്രാധിപരും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പുത്തൽ ദിനേശ് എഴുതിയ ലേഖനത്തിലാണ് മുസ്ലിം ലീഗിനെതിരായ ഈ വിമർശനങ്ങൾ. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം വിഭാഗത്തിലെ മതേതര സംഘടനകളെ ഇടതുമുന്നണിയുമായും സർക്കാരുമായും അടുപ്പിച്ചു. സമസ്തയും ലീഗും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇതാണെന്നാണ് ലേഖനത്തിലെ നിരീക്ഷണം. വിശ്വാസികളുമായി ഐക്യം, വർഗീയതയ്ക്കെതിരെ സമരമെന്ന നയം CPM ശക്തമായി നടപ്പാക്കാൻ തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് ഇതിനെതിരെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. മുസ്ലിം മതസംഘടനകളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്ന തിരിച്ചടി മറികടക്കാൻ മതരാഷ്ട്രവാദികളുമായുള്ള ചങ്ങാത്തമെന്നതാണ് ലീഗ് സ്വീകരിക്കുന്ന സമീപനമെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. ലീഗിന്റെ മുദ്രാവാക്യങ്ങൾ പലതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെട്ട മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. CPM മതവിരുദ്ധ പ്രസ്ഥാനമാണെന്ന ലീഗ് അധ്യക്ഷന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ മൂശയിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും പുത്തൽ ദിനേശൻ ലേഖനത്തിൽ ആരോപിക്കുന്നു. മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം ലീഗ് സ്വയം ഏറ്റെടുക്കുകയാണെന്നും ലേഖനത്തിൽ ആരോപണമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മതനിരാസരാണെന്ന ലീഗ് അധ്യക്ഷന്റെ പ്രസ്താവന ആ പാർട്ടിയെ മതരാഷ്ട്രവാദികളുടെ പാളയത്തിലെത്തിക്കാൻ മാത്രമേ സഹായിക്കൂവെന്നും ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ലീഗിനെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്ന CPM തിരഞ്ഞെടുപ്പിന് ശേഷം എതിർ സമീപനം സ്വീകരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിക്കുകയാണ് ലേഖനം ചെയ്യുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.